വാർത്തയിലേക്ക് പോയ സ്ത്രീ വേഷത്തിലെത്തി വോട്ട് ചെയ്ത് പുരുഷ വോട്ടറുടെ പ്രതിഷേധം. കൊല്ലം എഴുകോൺ സ്വദേശി രാജേന്ദ്ര പ്രസാദാണ് ഇങ്ങനൊരു പ്രതിഷേധം നടത്തിയത്. വോട്ടർ പട്ടികയിൽ ലിംഗം സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയതിനാണ് ഈ പ്രതിഷേധം. പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഓഫ് ഇന്ത്യയും. അവർ പറയുന്നവർക്ക് എതിര് പറയാൻ ആർക്കും ഇവിടെ അധികാരമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഞാനൊരു സ്ത്രീയാണെന്ന് പറയുന്നു. സ്ത്രീയായിട്ട് ഞാൻ വോട്ട് ചെയ്തു. ഈ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചെയ്തു. ആരും എല്ലാ അഭിപ്രായം പറഞ്ഞു. ഹെൽമെറ്റ് വെച്ച എന്റെ ഉദ്ദേശം എന്തോ? എന്റെ തലയിലെ മുടി കുറവാണ്. ലുക്ക് പെർഫെക്റ്റ് ആവില്ല, അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ചേട്ടൻ കലിപ്പിലാണല്ലോ. പീഠമാണ് സുപ്രീം കോടതിയും കണ്ണനായനാണ് വിവരങ്ങളുമായുള്ളത്. അവർ പറയുന്നവർക്ക് എതിര് പറയാൻ കണ്ണൻ, ഈ പ്രതിഷേധം എവിടെ വരെ പുരോഗമിച്ചു? ബൂത്തിൽ ഈ വേഷത്തിലെത്തി തന്നെയാണോ വോട്ട് ചെയ്തത്? സ്ത്രീയായിട്ട് ഞാൻ വോട്ട് ചെയ്തു. ഈ ഗംഭീര ഒരു പ്രതിഷേധമാണ് അഭിലാഷ് അവിടെ ഉണ്ടായത്. കാര്യം 67 വയസ്സുള്ള ഈ മനുഷ്യൻ ഈ സ്ത്രീ വേഷത്തിലെത്തി. കാര്യം അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ ഉള്ള ലിംഗം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറയുന്നോ അതിന് സമാനമായ രീതിയിൽ ആ വേഷമൊക്കെ അണിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുക. എങ്ങനെ എത്രയൊക്കെയാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രീതിയിൽ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വന്നതും. അപ്പം അല്പം മുടി കുറവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വിഗൊന്നും വെക്കാതെ ഹെൽമെറ്റ് വെച്ച് ആ ഒരു വേഷത്തിന്റെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന മനുഷ്യൻ. അത് വളരെ വലിയ രീതിയിൽ ഒരു ചിരി ഉളവാക്കിയ ഒരു കാര്യമാണ്. അത് ആ വോട്ട് രേഖപ്പെടുത്തി ആ പ്രതിഷേധ കാര്യങ്ങൾ അറിയിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ മറ്റൊരു പ്രതിഷേധം ഉണ്ടായത് കൊല്ലം അഞ്ചൽ നെട്ടയത്താണ്. നെട്ടയത്ത് ഒരു ബൂത്തിലേക്ക് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എത്തിയിരുന്നു. ആ സമയത്ത് കൃഷ്ണകുമാറിനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്നുള്ള ഒരു പരാതിയുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ഒരു പ്രശ്നമായി പറയാൻ സാധിക്കും. നമുക്ക് കേട്ടില്ലേ, കൊല്ലത്തെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വേണ്ടി എല്ലാ വോട്ടർമാരും ക്യൂ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ക്യൂ ഒക്കെ കുറഞ്ഞ് പോളിംഗ് ഉദ്യോഗസ്ഥർ റിലാക്സ് ചെയ്തിരിക്കുകയാണെന്ന്. ഇപ്പോഴും നല്ല ക്യൂ ഉണ്ടല്ലേ? സ്കൂളിലാണുള്ളത്. അവിടെയൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി കുറേയേറെ നേരമായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും അവരുടെ അവകാശം, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്.